വെൽക്കം ബാക്ക് ടു സ്പോർട്സ് സ്പീക്ക് ടൈം. നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ സഞ്ജു സാംസൺ തന്റെ ആദ്യ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ സെഞ്ചുറി അദ്ദേഹം നേടിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മൂന്നാം ഏകദിന മത്സരത്തിലാണ് സഞ്ജു സെഞ്ചുറി നേടിയത്. മലയാളി ക്രിക്കറ്റ് ആരാധകർ, എസ്പെഷ്യലി സഞ്ജു മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സഞ്ജു സാംസൺ അദ്ദേഹത്തെ BCCI സെലക്ഷൻ കമ്മിറ്റി ടീമിൽ ഉൾപ്പെടുത്താതെ ഒരുപാട് കാലമായി ഇങ്ങനെ തഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിലും അതുപോലെ തന്നെ അതിന് മുമ്പ് നടന്ന മറ്റു ഏകദിനങ്ങളിലൊക്കെ സഞ്ജുവിനെ തഴയുന്ന ഒരു അവസ്ഥ അത് BCCI സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്താണെങ്കിലും സഞ്ജുവിന് അവസാനം ഒരു അവസരം നൽകി. എന്നാൽ സഞ്ജു അത് എങ്ങനെ വിനിയോഗപ്പെടുത്തും എന്നുള്ള കാര്യത്തിലായിരുന്നു ക്രിക്കറ്റ് ആരാധകർ, എസ്പെഷ്യലി ലോകമെമ്പാടുമുള്ള സഞ്ജു ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. എന്താണെങ്കിലും സഞ്ജുവിന് ആദ്യത്തെ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിംഗ് കിട്ടിയില്ല. രണ്ടാമത്തെ മത്സരത്തിന് അദ്ദേഹത്തിന് പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹം നിരാശപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയിലുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു ഒരു 108 റൺസ് എടുത്ത് സെഞ്ചുറി നേടി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് സഞ്ജു ആരാധകരെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, ആ ഒരു പിച്ചിൽ ബാറ്റിങ്ങിന് തീരെ അനുകൂലമല്ലാത്തൊരു പിച്ചായിരുന്നു. എന്നിട്ട് കൂടെ സഞ്ജു ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ശ്രദ്ധയോടുകൂടെ കളിച്ച് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 108 റൺസ് എടുത്ത് ഇന്ത്യൻ ടീമിന് 297 എന്ന റൺസിൽ എത്തിക്കാൻ കഴിഞ്ഞു. ആ ഒരു മികവിലൂടെ ഇന്ത്യക്ക് ആ ഒരു പരമ്പര നേടാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ഇരട്ടി മധുരം നൽകുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം സഞ്ജു സാംസണിനെ പറ്റി ക്യാപ്റ്റൻ KL രാഹുലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സഞ്ജുവിന്റെ പ്രകടനത്തിനെ പറ്റിയും അതുപോലെ തന്നെ ആ ഒരു മികവോടുകൂടെ ടീം കപ്പ് നേടിയത്, അതായത് ടീം പരമ്പര നേടിയതിനെ പറ്റി. അപ്പോൾ KL രാഹുൽ പറഞ്ഞത്, സഞ്ജു സാംസൺ ഒരു മികച്ച താരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം കൊണ്ട് മാത്രമാണ് ടീമിന് അത് വിജയിക്കാൻ കഴിഞ്ഞതും. സഞ്ജു സാംസൺ IPL ഒരു മികച്ച പ്രകടനം പല തവണയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരം എന്നുള്ള കാര്യം സഞ്ജു സാംസണിനെ പറ്റി പറയുകയുണ്ടായി. അത് കൂടാതെ തന്നെ KL രാഹുൽ പറഞ്ഞത്, സഞ്ജു സാംസൺ എന്ന താരത്തിന് പല കാരണങ്ങളെ കൊണ്ടും ടോപ്പ് ഓർഡറിൽ, അതായത് ടീമിൽ അദ്ദേഹത്തിന് ഇടം നേടാതെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ക്യാപ്റ്റൻ KL രാഹുൽ തന്നെ തുറന്നു പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് ആ ഒരു കളിക്ക് ശേഷം കണ്ടത്. നമുക്കറിയാം, സഞ്ജുവിനെ ഒരുപാട് കാലമായി BCCI സെലക്ഷൻ കമ്മിറ്റി തഴഞ്ഞിരുന്നു. അത് ടീമിലുള്ള അംഗങ്ങൾക്ക് പോലും വ്യക്തമാണ്, അതിനെപ്പറ്റി അറിയാം എന്നുള്ള ഒരു കാര്യമാണ് KL രാഹുലിന്റെ ഈ ഒരു തുറന്നു പറച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. എന്താണെങ്കിലും ഇനി അടുത്ത് വരാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ട് T20 മത്സരമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ ഇനി സഞ്ജുവിനെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. പക്ഷെ അതിനുശേഷം ഇനി IPL വരുന്നുണ്ട്. IPL ഒരുപക്ഷെ സഞ്ജു സാംസൺ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന, അതായത് 2024 നടക്കുന്ന T20 വേൾഡ് കപ്പിന് BCCI സെലക്ഷൻ കമ്മിറ്റിക്ക് സഞ്ജു സാംസണെ ഉൾപ്പെടുത്താതെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു താരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിന് സഞ്ജു സാംസണ് ടീമിൽ ഇടം നേടാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. മിക്ക ആളുകളും വീഡിയോ കാണാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. സോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. സോ പ്ലീസ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ.